ഹായ് ഓൾ ഓഫ് യു, ഗുഡ് ഈവനിങ്. നമ്മൾ 7ാം ക്ലാസ്സുകാരുടെ ഒരു ടോപ്പിക്കാണ് മാപ്പുകൾ. മാപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് 7ാം ക്ലാസ് മാത്രമല്ല 10ാം ക്ലാസ്സിലും ഒക്കെ ജോഗ്രഫിയിൽ വരുന്നതാണ്. അപ്പോൾ മാപ്പ് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ലാർജ് സ്കെയിൽ മാപ്പും ഉണ്ട്, 2 സ്മാൾ സ്കെയിൽ മാപ്പും ഉണ്ട്. അപ്പോൾ എന്താണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു സ്ഥലത്തെ സ്മാൾ ഏരിയ, ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അത് ചെറിയൊരു സ്ഥലത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയാം. എന്നാൽ സ്മാൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം, ഒരു ഏരിയേൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം കൊടുക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, സ്മാൾ സ്കെയിൽ മാപ്സ് എന്ന് പറയാം. ഇപ്പോൾ ലാർജ് സ്കെയിലിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പോഗ്രഫിക്കൽ മാപ്സ്, വില്ലേജ് മാപ്സ്, ഇതൊക്കെ ലാർജ് സ്കെയിൽ മാപ്പിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യയുടെ മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, വേൾഡ് മാപ്പ്, ഇതൊക്കെ എന്താണ്, സ്മാൾ സ്കെയിൽ മാപ്പാണ്. അത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പ്രദേശമായിരിക്കും, പക്ഷേ ആ ചെറിയൊരു പ്രദേശത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിവരങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. എന്നാൽ സ്മാൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ 2 തരത്തിലുള്ള മാപ്പാണ് നമുക്ക് ഉള്ളത്.